സോ ഈ തമസിക് സ്റ്റേറ്റിലുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെ തമസിൽ നിന്നും രജസ് എന്നൊരു സ്റ്റേറ്റിലേക്ക് വരിക. സെക്കൻഡ് സ്റ്റേറ്റ് ആണ് രജസ് എന്ന് പറയുന്നത്. രജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജസിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, രജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അപ്പോൾ തമസിന് നേരെ ഓപ്പോസിറ്റായിട്ട് വളരെ ആക്റ്റീവായിട്ട്, അതായത് ഒരു ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ഭയങ്കര പാഷനേറ്റായിട്ട് ഒരു എക്സ്ട്രീം സെൻസ് ഓഫ് ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് നോട്ട് എ ബാലൻസ്ഡ് സ്റ്റേറ്റ്, പക്ഷേ ഒരു റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ എല്ലാത്തിലും എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഒരുപാട് എനർജി കാണും. രജിസ്റ്റർ സ്റ്റേറ്റിലുള്ളവർക്ക് ഒരുപാട് എനർജി കാണും, ഓഫ് ഫ്ലോയിങ് ഓഫ് എനർജി ആയിരിക്കും. പക്ഷേ അവരെന്ന് പറയുന്നത് അവർക്കൊന്നും റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു എന്താ പറയുന്നത്, ഒരു വൈൽഡ് സ്റ്റേറ്റ് ഓഫ് ഇതാണ്, ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു റെസ്റ്റ്ലെസ് ആക്റ്റീവ് സ്റ്റേറ്റിനാണ് രജസ് എന്ന് പറയുന്നത്. പക്ഷേ രജസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നും കൂടെ നമുക്ക് പ്രൊഡക്റ്റീവാണ്, കാരണം അത് ഗുണകരം ചെയ്യും. നമ്മളെപ്പോഴും നമുക്ക് വർക്കിലാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആകാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ് രജസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എപ്പോഴും അവർ ആക്റ്റീവായിട്ട് എപ്പോഴും ഓരോ കാര്യങ്ങൾ നിൽക്കും. പക്ഷെ അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല എന്നൊരു കുഴപ്പമാണ്. ചുമ്മാ ഇങ്ങനെ റെസ്റ്റിങ് ചെയ്ത് അങ്ങനെ ചുമ്മാ വെറുതെ ഒന്നും ചെയ്യാതിരിക്കാൻ അവർക്ക് ഒരു നിമിഷം പോലും പറ്റില്ല. അവർക്ക് എപ്പോഴും അവർക്ക് ആക്ടിവിറ്റി വേണം എന്നവർക്ക് നിർബന്ധമാണ്.